ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ലേൺ ടു വിൻ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടു ഫാക്ടർ തിയറിയെ കുറിച്ചാണ്. അന്ന് 1927 ചാൾസ് പിയർമാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു ഇൻഡിവിജ്വലിലെ ഇൻ്റലിജൻസിൽ ഒരു ഫാക്ടർ മാത്രമാണോ അടങ്ങിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ എല്ലാ ഇൻഡിവിജ്വലിലും ഒരു ഫാക്ടർ മാത്രമേ അടങ്ങത്തുള്ളൂ. ഏത് പ്രവൃത്തി ചെയ്താലും. പിന്നെ അദ്ദേഹം കുറേ ലോജിക്കപരമായിട്ട് ചിന്തിച്ച് നോക്കിയപ്പോൾ എന്നെ 2 ഫാക്ടർ അടങ്ങാതിരിക്കത്തില്ലെന്ന് അദ്ദേഹം ഒന്ന് വിചാരിച്ചു. അങ്ങനെയാണ് 1927 ടു ഫാക്ടർ തിയറി അദ്ദേഹം കൊണ്ടുവന്നത്. പ്രൊപ്പോസ്ഡ് ബൈ ചാൾസ് പിയർമാൻ ഇൻ 1927. According to him, intelligence consists of 2 factors. What are they? The general ability, G factor. Then second one, the specific ability, S factor. അദ്ദേഹം ഒന്ന് അഭിപ്രായപ്പെട്ടു, ഒരു ഇൻഡിവിജ്വലിലെ ഇൻ്റലിജൻസിൽ 2 ഫാക്ടറിലും അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് അദ്ദേഹം അഭിപ്രായപ്പെട്ടതാണ്. ഒരു ഇൻഡിവിജ്വലിനകത്ത് ഇൻ്റലിജൻസിൽ 2 ഫാക്ടറിലും അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ജനറിക് എബിലിറ്റി, അല്ലെങ്കിൽ ജനറിക് ഫാക്ടർ എന്ന് പറയുന്നത്. ദി ജനറിക് മെൻ്റൽ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ദി ജനറൽ ഫാക്ടർ. എന്ന് വെച്ചാൽ ഒരു ജന്മസിദ്ധമായിട്ട്, ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ഇൻഡിവിജ്വലിൽ കിട്ടുന്ന കഴിവിനെയാണ് എന്ത് പറയുന്നത്? ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. അതിനെ ജി ഫാക്ടർ എന്ന പേരിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമതാണ് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്താണ്? ദി സ്പെസിഫിക് മെൻ്റൽ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ദി സ്പെസിഫിക് ഫാക്ടർ. ഒരു ഇൻഡിവിജ്വലിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റിനെ കാണപ്പെടുന്നതിനാണ് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. അത് എസ് ഫാക്ടർ എന്ന പേരിലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ നോക്കാൻ പോകുന്നത് ജി ഫാക്ടർ, എസ് ഫാക്ടർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് കമ്പയർ ചെയ്ത് നോക്കി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. ജി ഫാക്ടർ അഥവാ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊരു ഇൻബോൺ ആണ്. ഇൻബോൺ എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ജന്മനാ കിട്ടുന്ന, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് ഏത്? ജി ഫാക്ടർ അഥവാ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഹെറിഡിറ്റി എൻവയോൺമെൻ്റ് ആണ്. പിന്നെ എന്താണ് ഇത്? ഞാൻ പറഞ്ഞത് ജെൻഡർ മെൻ്റൽ എബിലിറ്റി ആണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ജന്മനാ കിട്ടുന്ന ഒരു കഴിവിന്, ജനറൽ പൊതുവായിട്ടുള്ള കിട്ടുന്ന ഒരു മെൻ്റൽ എബിലിറ്റിയാണ് ഏത്? ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇത് കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമാണ്. ഇത് എപ്പോഴും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പോവുകയില്ല, എല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. അതാണ് ഇറ്റ് വേരീസ് ടു ദി ഇൻഡിവിജ്വൽസ്. എല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഏത്? ജി ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് എസ് ഫാക്ടർ. എസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേച്ചറിനോട് ഒത്തുചേർന്ന് പോവുക. എന്ന് വെച്ചാൽ നേച്ചറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ജ്ഞാനങ്ങളും അറിവുകളും ആർജിക്കുന്നു, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഫാക്ടറാണ് ഏത്? സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതൊരു നമ്മുടെ ഇൻഡിവിജ്വലിൽ നിന്നുള്ള സ്പെസിഫിക് മെൻ്റൽ എബിലിറ്റി വാർത്തെടുക്കുന്നു. അതിനെയാണ് എസ് ഫാക്ടർ എന്ന് പറയുന്നത്, സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ജനറൽ ഫാക്ടർ പോലെയാണ്. എല്ലായിടത്തും എന്തുണ്ട്? സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്. ജനറൽ ഫാക്ടർ പോലെ എല്ലായിടത്തും ഒരു സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്. ഇനി നമുക്ക് ജി ഫാക്ടറിൻ്റെ അടുത്ത പോയിന്റ് നോക്കാം. ദി ഗ്രേറ്റർ ദി ജി ഫാക്ടർ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഗ്രേറ്റർ സക്സസ് ഇൻ ലൈഫ്. ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് ജി ഫാക്ടർ കൂടുതലാണെങ്കിൽ, ഇപ്പം ഒരു ഇൻഡിവിജ്വലിൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുള്ള ജി ഫാക്ടർ കൂടുതലാണെങ്കിൽ അവർക്ക് ലൈഫ് ലോങ് ആയിട്ട് എപ്പോഴും സക്സസ് ആവാൻ പറ്റും. അടുത്ത പോയിന്റ് നോക്കിയേ, ഇറ്റ് കാനോട്ട് ബി മോഡിഫൈഡ് ത്രൂ എഡ്യൂക്കേഷൻ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്ക് ഒരു ഇത്രയും സ്മാർട്ട് ലേണേഴ്സ് ആയിട്ടുള്ള, നല്ല ടാലൻ്റ് ഉള്ള, ജന്മസിദ്ധമായിട്ട് കഴിവുള്ള കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ അവർക്ക് ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് ഓരോ പ്രോബ്ലം ലീഡ് ചെയ്യാനും സോൾവ് ചെയ്യാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല. എസ് ഫാക്ടർ അങ്ങനെയാണോ? അല്ല. എസ് ഫാക്ടർ എന്താണ്? ഹൈലി സ്പെസിഫിക് ആണ്. അതിൽ എല്ലാ ഇൻഡിവിജ്വലിനും ഹൈലി ആയിട്ടുള്ള സ്പെസിഫിക് നേച്ചറാണ് ഉള്ളത്. അതാണ് എസ് ഫാക്ടറിൻ്റെ പ്രത്യേകത. പിന്നെ ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ത്രൂ എഡ്യൂക്കേഷൻ. അതാ പറഞ്ഞത്. ഇപ്പം ഒരു കുട്ടിക്ക് മാത്സിനെ കുറിച്ച് ഒരു ധാരണയില്ല. മാത്സ് എപ്പോഴും എഴുതി കഴിയുമ്പോൾ തോറ്റ് പോകും. അപ്പോൾ അത് എനിക്ക് ക്രാക്ക് ചെയ്യണം ആ കുട്ടിക്ക് തോന്നും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? സ്പെസിഫിക് മെൻ്റൽ എബിലിറ്റി
ഒരു മേക്കപ്പ് ചെയ്യുക. ആ ഒരു മേക്കപ്പ് ചെയ്യുന്നതിലൂടെ അത് മോഡിഫൈ ആവുന്നുണ്ട്. അതാണ് എസ് ഫാറ്റിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് എസ് ഫാറ്റ്. ഒരു ഇൻഡിവിജ്വലിന് എസ് ഫാറ്റിൻ്റെ ലെവലും മെഷർമെൻറ്റും ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക്. ഇപ്പം സ്പോർട്സിൽ ഇപ്പം എയും ബിയും രണ്ട് കുട്ടികളുണ്ട്. എ എന്ന കുട്ടി, ബി എന്ന കുട്ടി. എ എന്ന കുട്ടി സ്പോർട്സിന് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എല്ലാവർക്കും നല്ല കഴിവുകളായിരിക്കും. ആർട്സിൻ്റെ ഇതിൽ ബി എന്ന കുട്ടി ആർട്സുകാരുമായിട്ട് നല്ല കഴിവായിരിക്കും. ഇപ്പോൾ സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടി നല്ല മെച്ചുവേർഡായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല പക്ക ചെയ്ത് വെച്ച് നല്ല എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു സ്പോർട്സുകാരായിട്ട്. അങ്ങനെ ഇരിക്കുന്ന കുട്ടി ആർട്സിലാകുമ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേറെ വേറെ കഴിവാണുള്ളൂ. സ്പോർട്സിൻ്റെ കഴിവായിരിക്കില്ല ആർട്സിൻ്റെ കഴിവായിരിക്കില്ല സ്പോർട്സിൽ. അതുപോലെയാണ് ഒരു ഇൻഡിവിജ്വലിലെ സെലിബ്രിറ്റിയിലെ എസ് ഫാക്ടറിൻ്റെ എമൗണ്ട് ആയിരിക്കില്ല മറ്റൊരു ഇൻഡിവിജ്വലിന്. നിങ്ങൾ ഈ സ്ട്രക്ചർ കണ്ടോ? അതെന്തോയിരിക്കും? ഒരു പൂവിനെ പോലെ ഇല്ലേ? 8 ഇതളുകൾ കാണപ്പെടുന്നുണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8 ഇതളുകളുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഫ്ലവറിനെ പോലെ കാണപ്പെടുന്നല്ലേ? ഈ സെൻറ്ററിൽ എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ജി ഫാക്ടർ. ജി ഫാക്ടർ നമ്മൾ പറഞ്ഞിരുന്നു ജനറൽ ഫാക്ടറാണ്. അത് നമ്മൾ ജന്മനാ കിട്ടുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു പ്രത്യേകതരം നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കഴിവാണ് ഏത്? ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും അടിസ്ഥാനപരമായി ചിന്തിച്ചിട്ടാണ് ഓരോ പ്രവൃത്തി ആ വ്യക്തി ചെയ്യുന്നത്. ആ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടുക്ക് കിടക്കുന്നത്. അതിൻ്റെ കീഴെയാണ് ഈ സ്പെസിഫിക് ഫാക്ടേഴ്സ് S1 S2 പോലെയുള്ള സ്പെസിഫിക് ഫാക്ടേഴ്സ് വരുന്നത്. അത് 8 എണ്ണമാണുള്ളത്. S1, S2, S3, S4, S5, S6, S7, S8. ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. S1 അതാണ് ലോജിക്ക് വരുന്നത്. S2 മാത്സ്, S3 പെയിൻറ്റിങ്, S4 ഡ്രോയിങ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? S5 ലാംഗ്വേജ്, S6 വൊക്കാബുലറി, S7 സ്പെല്ലിങ് ആൻഡ് S8 മ്യൂസിക്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു രാഹുൽ എന്ന് പറയുന്നൊരു കുട്ടി, അവന് നല്ലതായിട്ട് പാടാൻ കഴിവുണ്ട്. അപ്പോൾ S8 അല്ലേ മ്യൂസിക്. അപ്പോൾ അവന് നല്ലതായിട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അവന് ഓൾറെഡി ഒരു ജനറൽ ഫാക്ടർ ഉണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് ബേസിക് ആയിട്ട് കാര്യങ്ങൾ അവന് നല്ലതായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള മ്യൂസിക്കിനെ കുറിച്ച് മൊത്തത്തിലുള്ള അവൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും റിസൾട്ട് വരിക? G+S8 ആണ്. എന്താണ്? G+S8 ആണ് രാഹുലിൻ്റെ മൊത്തത്തിലുള്ള മ്യൂസിക്കിൽ തന്നെ മൊത്തത്തിലുള്ള അവൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും വരിക റിസൾട്ടിൽ? G+S8 ആയിരിക്കും. അതുപോലെ ഇപ്പം അതുല്യ എന്നൊരു പെൺകുട്ടി, അവൾക്ക് വരയ്ക്കാൻ കഴിവുണ്ട്, എങ്ങനെയായിരിക്കും? G+S4. അങ്ങനെ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് കഴിവുണ്ടെങ്കിൽ G+S2. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇപ്പോൾ ഇനി എല്ലാവർക്കും മനസ്സിലായില്ലേ 2 ഫാക്ടർ തിയറി എന്താണെന്നും? അതാരാണ് കൊണ്ടുവന്നത്? ചാൾസ് സ്പിയർമാൻ ആണ്. വർഷം ഏതാണ്? 1927. അതിൽ ആ ഇൻ്റലിജൻസിൽ 2 കമ്പണൻസ് ഉണ്ടെന്ന് സ്പിയർമാൻ അഭിപ്രായപ്പെട്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ആ ഇൻഡിവിജ്വലിൽ നടത്തുന്ന പെർഫോമൻസ് വരുന്നത്. അതിൻ്റെ ആകെ തുകയാണ് ഏത്? അതിൻ്റെ ടോട്ടൽ ഇൻ്റലിജൻസ് ഇൻഡിവിജ്വലിൻ്റെ. ജനറൽ ഫാക്ടർ സ്പെസിഫിക് ഫാക്ടർ മുന്നേ നമ്മൾ കമ്പാരിസണിലൂടെ കണ്ടിരുന്നു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് പിടികിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഉദാഹരണം ഇതിലൂടെ സ്ട്രക്ചറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കൂട്ടുകാർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി വരുന്ന വീഡിയോസായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെയ്ക്കും ബൈ.